നന്നായിട്ട് തൊലി കറുത്ത നേന്ത്രപ്പഴം കൊണ്ട് നമുക്ക് സോഫ്റ്റ് ടീ കേക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതെന്ന് നോക്കാം. അപ്പോൾ ദാ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. അപ്പോൾ കട്ട് ചെയ്ത പഴം നമുക്കൊരു മാഷർ വെച്ച് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. അതിനുശേഷം ഒരു 150 ഗ്രാം ശർക്കര 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മെൽറ്റാക്കിയിട്ട് ആ ചൂടോട് കൂടി തന്നെ ഈ പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് 1 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ചെറിയ ബൗളുകൾ എടുക്കാം. അതിലേക്ക് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ബാറ്റർ നമുക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 1/4 ഭാഗം വെച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ സ്റ്റീമറിനകത്തേക്ക് ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബേക്ക് ചെയ്തെടുത്ത് ചൂടാറിയതിന് ശേഷം ഞാൻ എന്താ റീമോൾഡ് ചെയ്തിട്ടുണ്ട്. നല്ല പൂ പോലത്തെ ടീ കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വൈകുന്നേരത്തെ ചായയോടൊപ്പം കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ.